അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദി റസൂലില്ലാഹ് വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. 8ാം ക്ലാസ്സിലെ ഫിഖ് അഞ്ചാമത്തെ പാഠം അതിൻ്റെ ഖുറാസയാണ് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അത് കുറച്ച് പ്രയാസമുണ്ട്, പക്ഷെ എന്നാൽ എളുപ്പമാണ്. പ്രയാസമില്ലാണ്ടൊന്നും നടക്കൂല. നുക്കുമിലു ആദ്യം തന്നെ നമ്മൾ പൂരിപ്പിക്കാനാണ്. ശാരീരിക ആരാധനകളിൽ പ്രഥമവും പ്രധാനവും നിസ്കാരമാണ്. 2. അന്ത്യനാളിൽ വിചാരണ ചെയ്യപ്പെടുന്ന നിസ്കാരമാണ് ആദ്യം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിസ്കാരം ഉപേക്ഷിക്കുന്നവന് ഇസ്ലാമി ഡാഷിലുള്ളത് യാതൊരു സ്ഥാനവുമില്ല. 4. അല്ലാഹു തആല പറഞ്ഞു, എന്നെ വേണ്ടി നിസ്കാരം നിലനിർത്തുക, സ്മരിക്കാൻ വേണ്ടി. നുജീബു ഉത്തരം എഴുതാം. നിസ്കാരം നിർബന്ധമാണ് എപ്പോൾ? ബുദ്ധിയും ബോധവുമുള്ള സമയത്തെല്ലാം. 2. മുസ്ലിമായ നിലയിൽ അല്ലാഹു തആലയെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം? അതാൻ വിളിക്കപ്പെടുന്ന മസ്ജിദിൽ വെച്ചു തന്നെ 5 വഖത്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കുക. പിന്നെ 3. സ്ത്രീകൾക്ക് എവിടെ വെച്ച് നിസ്കരിക്കലാണ് ഉത്തമം? വീടിൻ്റെ ഉള്ളറയിൽ. 4. വുളൂ ചെയ്തു മസ്ജിദിലേക്ക് പോകുമ്പോൾ ലഭിക്കുന്ന പ്രതിഫലങ്ങൾ. ഓരോ കാൽവെപ്പിനും ഓരോ നന്മ എഴുതുകയും അവൻ്റെ ഒരു ദറജ ഉയർത്തുകയും ഒരു പാപം പൊറുക്കുകയും ചെയ്യും. 5. നിസ്കാരത്തിൻ്റെ നിർബന്ധത്തെ നിഷേധിച്ചവൻ്റെ അവസ്ഥ, അവൻ കാഫിറാകും. 6. നിസ്സാരവൽക്കരിച്ച് മടി കാരണം നിസ്കാരം ഉപേക്ഷിച്ചവരെ കുറിച്ച് പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു? കാഫിറാകും. 7. നിസ്കാരത്തിന് ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളും ഉണ്ട്. എന്താണ് ഫർളുകൾ? നിസ്കാരത്തിൻ്റെ ഘടകങ്ങളും നിർബന്ധ കർമ്മങ്ങളുമാണ് ഫർളുകൾ. നിസ്കാരത്തിൽ പെട്ടതുമാണ്, നിർബന്ധ കർമ്മമാണ്, അത് ഫർളുകൾ. എന്നാൽ എന്താണ് സുന്നത്തുകൾ? നിസ്കാരത്തിൻ്റെ പൂർണ്ണതക്കാവശ്യമായ കാര്യങ്ങളാണ് സുന്നത്തുകൾ. കരണമൊന്നുമല്ല, കരണമില്ലാത്തത്. നിസ്കാരത്തിൻ്റെ പൂർണ്ണതക്ക് ആവശ്യമുള്ളത് കേട്ടോ. പുറത്തുള്ള സുന്നത്തുണ്ടാവും, ഉള്ളത്തെ സുന്നത്തുണ്ടാവും. എന്താണ് ഷർത്തുകൾ? നിസ്കാരത്തിൻ്റെ ഘടകങ്ങൾ അല്ലാത്തതും അതേസമയം നിസ്കാരത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് അനിവാര്യമായതുമായ കാര്യങ്ങൾ. ഷർത്തും ഫർളും മനസ്സിലായില്ലേ? നിസ്കാരത്തിൽ പെട്ടത് ഇക്കാരം ഫർള്, നിസ്കാരത്തിൽ പെട്ടതല്ല, നിസ്കാരത്തിന് മുമ്പ് ഉണ്ടാകേണ്ട വസ്തുക്കളാണ് ഷർത്തുകൾ, ഇപ്പം ഘടകങ്ങൾ അല്ല. ഈ തഖ്സീസാണ്. ക്ലാസ്സിൽ ചോദ്യോത്തര മത്സരം സംഘടിപ്പിക്കാനാണ്. 3 ചോദ്യങ്ങളാണ്. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്തെല്ലാം, നിസ്കാരത്തിൻ്റെ ഫർളുകൾ എന്തെല്ലാം, നിസ്കാരത്തിൻ്റെ അബ്ആദ് സുന്നത്തുകൾ എന്തെല്ലാം, നിസ്കാരത്തിൻ്റെ ഹൈആത്ത് സുന്നത്തുകൾ എന്തെല്ലാം, അബ്ആദ് സുന്നത്തുകൾ എന്തെല്ലാം. എത്രയപ്പോൾ? 4 ചോദ്യങ്ങളാണ്. നിങ്ങളങ്ങോട്ട് കൂടണ്ടേ, ആണ് ചോദിക്കണ്ടേ, ചോദിച്ചിട്ട് ഉത്തരം കണ്ടെത്തണം. പക്ഷേ ഞാനൊക്കെ മടിയന്മാരായത് കൊണ്ട് നിങ്ങളൊന്നും മടിയന്മാരല്ല, പക്ഷേ കണ്ടെത്താൻ മടിയുണ്ടാവും. എന്നാൽ ഈ പുസ്തകത്തിൽ നമുക്ക് ഒരുമിച്ച് കൂട്ടി തരങ്ങൾക്ക് നിങ്ങളാണ് ചർച്ച ചെയ്തോളി, പഠിച്ചോളി, ചോദ്യോത്തരം നടത്തിക്കോളി, നല്ല മുട്ടായി കൊണ്ട് സമ്മാനം കൊടുത്തോളി. പഠിച്ച റബ്ബേ ഇൽമിയേറ്റി തരണേ അല്ലാഹ്. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്തെല്ലാം ചോദ്യമാണ്. 1. അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തുക. 2. നജസിൽ ശുദ്ധി വരുത്തുക. 3. ഔറത്ത് മറക്കുക. 4. നിത്യാശുദ്ധിക്കാർക്ക് സമയമായെന്നറിയുക. 5. ഖിബിലയിലേക്ക് മുന്നിടുക. നിസ്കാരത്തിൻ്റെ 5 ഷർത്തുകളാണ്. നിസ്കാരത്തിൻ്റെ ഫറളുകൾ കേട്ടോ. 1 നിയ്യത്ത്. 2 തക്ബീറത്തുൽ ഇഹ്റാം. 3 നിൽക്കാൻ കഴിവുള്ളവർ ഫറള് നിസ്കാരത്തിൽ നിൽക്കൽ. സുന്നത്ത് നിസ്കാരം ഫറളായ നിസ്കാരമാണ് ളുഹൂർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹ്, ജുമുഅ. അതുപോലെ ഫറളായ നിസ്കാരങ്ങൾ എന്തൊക്കെയുണ്ടോ അതിലൊക്കെ നിൽക്കൽ നിർബന്ധമാണ്. 4. ഫാത്തിഹ ഓതൽ. 5 റുക്കൂ ചെയ്യൽ. 6 ഇഅ്തിദാൽ ചെയ്യൽ, 7 സുജൂദ് ചെയ്യൽ. 8. 2 സുജൂദിൻ്റെ ഇടയിൽ ഇരിക്കുക. 9
ഇഅ്തിദാലു റുകൂഅ് സുജൂദ് സുജൂദിൻ്റെ ഇടയിൽ ഇരുത്തം ഇവയിൽ അല്പം അടങ്ങുക. 10 അവസാനത്തെ അത്തഹിയ്യാത്ത് ഓതുക. 11 അവസാനത്തെ അത്തഹിയ്യാത്തിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിലുള്ള സ്വലാത്തു ചൊല്ലുക. 12 അത്തഹിയ്യാത്തിനും സ്വലാത്തിനും വേണ്ടിയിരിക്കുക. 13 ഒന്നാം സലാം വീട്ടുക. 14 മേൽ പറയപ്പെട്ട കാര്യങ്ങൾ ക്രമത്തിൽ ചെയ്യുക. നിസ്കാരത്തിൻ്റെ 14 ഫർളുകളും പറഞ്ഞു. നിസ്കാരത്തിൻ്റെ അബ്ആദ് സുന്നത്തുകൾ, അബ്ആദ് ഹൈആത്ത് എന്നിങ്ങനെ 2 സുന്നത്തുകളുണ്ട്. എന്താണ് അബ്ആദ്, എന്താണ് ഹൈആത്ത്? സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടുന്ന സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടുന്ന സുന്നത്തുകൾക്ക് അബ്ആദ് സുന്നത്ത് എന്ന് പറയുന്നു. അത് മറന്നിട്ടോ മനഃപൂർവ്വം ഒഴിവാക്കിയാൽ അതിൻ്റെ പ്രതിഫലം കിട്ടാൻ, അത് ചെയ്തതായി കണക്ക് കൂട്ടാൻ 2 സുജൂദ് സലാമിൻ്റെ മുമ്പ് ചെയ്താൽ മതി. സഹ്വിൻ്റെ സുജൂദ് എന്ന് പറയപ്പെടുന്ന സുജൂദ് എന്തേ സുബ്ഹാന വലാ യനാമു വലാ യസ്ഹു എന്നൊക്കെ ചൊല്ലൽ സുന്നത്തുള്ള ആ സുജൂദില്ലേ, ആ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടുന്ന സുന്നത്തിന് അബ്ആദ് സുന്നത്തുകളൊന്നും അല്ലാത്തത് ഹൈആത്ത് സുന്നത്തുകളുമെന്ന് പറയുന്നു. അബ്ആദ് സുന്നത്തുകൾ 7 എണ്ണമുണ്ട്. ഒന്നാമത്തെ അത്തഹിയ്യാത്ത് ഓതുക. 2 ഒന്നാമത്തെ അത്തഹിയ്യാത്തിന് ശേഷമുള്ള സ്വലാത്ത് ചൊല്ലുക. 2 3 ഒന്നാമത്തെ അത്തഹിയ്യാത്തിനും സ്വലാത്തിനും വേണ്ടിയിരിക്കുക. 4 സുബ്ഹിയിലും റമളാൻ അവസാനത്തെ പാതിയിലെ വിത്തറിലും ഖുനൂത്ത് ഓതുക. 5 ഖുനൂത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കുടുംബത്തിൻ്റെ മേലുള്ള സ്വലാത്ത് ചൊല്ലുക. 6 ഖുനൂത്തിനും സ്വലാത്തിനും വേണ്ടി നിൽക്കുക. 7 അവസാന അത്തഹിയ്യാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് വേണ്ടിയുള്ള സ്വലാത്ത് ചൊല്ലുക. ഇത് അബ്ആദ് സുന്നത്തുകളാണ്. ഇനി ഹൈആത്ത് സുന്നത്തുകൾ കേൾക്കണോ? കുറേ ഉണ്ട് മക്കളെ, ഇത്രയൊന്നുമല്ല. പക്ഷേ എനിക്ക് കിട്ടിയ ഞാൻ എഴുതി വെച്ചു എന്നേ ഉള്ളൂ. ഇനിയും ഒരുപാടുണ്ട് കേട്ടോ, ചിലത് മാത്രം പറയുന്നു. 1 ഇന്തിഖാലാത്തിൻ്റെ തക്ബീറുകൾ. ഇന്തിഖാലാത്തിൻ്റെ തക്ബീറുകൾ എന്താണ് ഇന്തിഖാലാത്ത് പറഞ്ഞാൽ? ഇന്തിഖാലാത്ത് പറഞ്ഞാൽ നമ്മൾ ഓരോ അത് പറഞ്ഞ് ഞാൻ തന്നെ എഴുതികളൊക്കെ ഓരോ പോക്കുവരവുകൾക്കുള്ള തക്ബീർ എല്ലാവർക്കൊന്നും ഇല്ലാതെ പറഞ്ഞൊക്കെ നമുക്ക്. നിസ്കാരത്തിൻ്റെ ഒരവസ്ഥയിൽ നിന്ന് അടുത്ത അവസ്ഥയിലേക്ക് മാറുമ്പോൾ ചൊല്ലുന്ന തക്ബീർ. നിസ്കാരത്തിൻ്റെ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുമ്പോൾ ചൊല്ലുന്ന തക്ബീറുകൾ. പിന്നെ റഫ്ഉൽ യദൈനി 2 കൈയും ഉയർത്തുക. തക്ബീറത്തുൽ ഇഹ്റാം റുകൂഇലേക്ക് പോകുമ്പോഴും റുകൂഇൽ നിന്ന് ഉയരുമ്പോഴും തശഹുദിൽ നിന്ന് 3-ാം റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോഴും തക്ബീർ ചൊല്ലി കൈ ഉയർത്തുക. റഫ്ഉൽ യദൈനി 2 3 കൈകെട്ടൽ. തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം വലത് കൈ കൊണ്ട് ഇടതു കൈ പിടിക്കുക. ഇത് നെഞ്ചിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിലായിരിക്കണം. അപ്പോൾ തന്നെ 3 4 വജ്ഹത്ത് ഓതുക. 5 ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് അഊദു ചൊല്ലുക. 5 ഫാത്തിഹയ്ക്ക് ശേഷം ആമീൻ പറയുക. 7 ഫാത്തിഹയ്ക്ക് ശേഷം ആദ്യത്തെ 2 റക്അത്തുകളിൽ സൂറത്ത് ഓതുക. 8 നിശബ്ദമായി ഓതേണ്ടത് നിശബ്ദമായും ശബ്ദത്തിൽ ഓതേണ്ടത് ശബ്ദത്തിലും ഓതുക. 9 റുകൂഇലും സുജൂദിലും തസ്ബീഹുകൾ ചൊല്ലുക. 10 റുകൂഇൽ നിന്ന് ഉയരുമ്പോൾ സമിഅല്ലാഹു ലിമൻ ഹമിദാ സമിഅല്ലാഹു ലിമൻ ഹമിദാ എന്ന് ചൊല്ലുക. സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് ചൊല്ലുക. അല്ലാഹുവിനെ അൽഫിനെ വെറുതെ കളയണോ? 11 ശേഷം റബ്ബനാ ലക്കൽ ഹംദ് എന്ന് ചൊല്ലുക. സമിഅല്ലാഹു ലിമൻ ഹമിദക്ക് ശേഷം റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ-അർളി വമിൽ മാ ശിഅത മിൻ ശൈഇൻ ബഅദു എന്ന് ചൊല്ലുക. ബഅദഹു എന്ന് ചൊല്ലുക. പിന്നെയോ 12 സുജൂദിൽ കൈകൾ തറയിൽ വെക്കുമ്പോൾ വിരലുകൾ ചേർത്ത് വെക്കുക, അടുപ്പിച്ച് വെക്കുക വിരലുകൾ. 13 ഒന്നാമത്തെ തശഹുദിൽ ഇഫ്തിറാശ് ഇരുത്തമിരിക്കുക.
14 അവസാന തശഹുദിൽ തവറുക്ക് ഇരുത്തമിരിക്കുക. വളരെ ശ്രദ്ധയുണ്ട്, തവറുക്ക് ഇരുത്തമിരിക്കുക. 15 രണ്ടാം സലാം വീട്ടുക. 16 സലാം വീട്ടുന്ന സമയത്ത് വലതുവശത്തേക്കും ഇടതുവശത്തേക്കും മുഖം തിരിക്കുക. അപ്പോ ഷറത്തുകൾ 5, ഫർളുകൾ 14, 19. അപ്പോൾ അത് സുന്നത്തി 7, 26, 26 കൂടെ 16, 32, 42 എണ്ണമായി മക്കളെ നല്ലോണം പഠിക്കണം. പഠിച്ച റബ്ബ് അനുഗ്രഹിക്കട്ടെ. പിന്നെ പറയാണ് ആ പുസ്തകത്തിൽ തന്നെ, നിസ്കാരം എന്ന വിഷയത്തിൽ പ്രബന്ധം തയ്യാറാക്കുക. നിസ്കാരം എന്ന വിഷയത്തിൽ പ്രബന്ധം തയ്യാറാക്കുക. നല്ലൊരു കളർ കൊടുത്താൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളറതാ ഇതോ, ഇതായിക്കോട്ടല്ലേ, അടിപൊളി. ശാരീരിക ആരാധനകളിൽ ഏറ്റവും പ്രഥമവും പ്രധാനവും നിസ്കാരമാണ്. ബുദ്ധിയും ബോധവുമുള്ള സമയത്തെല്ലാം നിസ്കാരം നിർബന്ധമാണ്. ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവർ നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്നോ, അതിന് കഴിവില്ലെങ്കിൽ ചെരിഞ്ഞു കിടന്നോ, അതിനും സാധ്യമല്ലെങ്കിൽ മലർന്നു കിടന്നോ, അതിനും കഴിയില്ലെങ്കിൽ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചോ, അതിനും കഴിവില്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ചോ കഴിയുന്ന രീതിയിൽ നിസ്കരിക്കണം. യുദ്ധക്കളത്തിൽ ശത്രുവശത്തോടൊപ്പം ഏറ്റുമുട്ടുമ്പോഴും സമയമായാൽ നിസ്കരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ പ്രധാനവും അന്ത്യനാളിൽ ആദ്യം വിചാരണ ചെയ്യപ്പെടുന്നതും നിസ്കാരമാണ്. ഇന്നാലില്ലാ, നിസ്കരിക്കലുണ്ടോ മക്കളെ? ഒറ്റ വഖത്ത് നിസ്കാരം ഖളാ ആക്കാൻ പാടില്ല. ശരിയായി വുളൂ ചെയ്ത് മസ്ജിദിലേക്ക് പോകുന്നവൻ്റെ ഓരോ കാൽവെപ്പിനും അല്ലാഹു ഒരു നന്മ എഴുതുകയും അവൻ്റെ ഒരു ദർജ ഉയർത്തുകയും ഒരു പാവം പൊറുക്കുകയും ചെയ്യും. നിസ്കാരം നിർബന്ധമാണെന്ന് നിഷേധിച്ചാൽ കാഫിറാകും. അതിൽ പണ്ഡിതന്മാർക്ക് ഭിന്നത അഭിപ്രായമില്ല. മാത്രമല്ല, നിസ്കാരത്തെ നിസ്സാരവൽക്കരിച്ച് മടി കാരണം ഉപേക്ഷിക്കുന്നവൻ കാഫിറാണെന്ന് പറഞ്ഞ ധാരാളം പണ്ഡിതന്മാരുണ്ട്. നിസ്കാരം ഉപേക്ഷിക്കുന്നവന് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. ഇനിയും പുസ്തകത്തിലുണ്ട്, വേണമെങ്കിൽ എഴുതിക്കോളി. പടച്ചോനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ പടച്ചത് നീയാണ്. ഞങ്ങൾക്ക് ഓരോ സമയത്തും വേണ്ടതൊക്കെ തന്നവനും നീയാണ്, തരുന്നവനും നീയാണ്. ഞങ്ങളെ ബുദ്ധി ഏറ്റിത്തരണേ അല്ലാഹ്. ഈ മക്കളൊക്കെ പടച്ച റബ്ബേ, ഈ പ്രായക്കാർ പലരും കളിക്കുന്ന സമയം, കിടന്നുറങ്ങുന്ന സമയം, അതിനൊന്നും പോകാതെ പുസ്തകവുമായി നിന്റെ മദ്രസയിലേക്ക് വന്ന മക്കളാട്. അവർക്ക് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. ഒരുപാട് അനുഗ്രഹം കൊടുക്കണേ അല്ലാഹ്. നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാഹ്. നല്ല ഓർമ്മശക്തി കൊടുക്കണേ അല്ലാഹ്. പഠിച്ച് ഉന്നതമായ സ്ഥാനത്തെത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ലാലിൻ്റെയോ മുള്ളിൻ്റെയോ കണിയിൽപ്പെടുത്തല്ല അല്ലാഹ്. ലഹരി വാഹകരാക്കല്ല അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളെ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് നല്ല ആരോഗ്യവും ആഫിയത്തും തഖ്വയിലായി ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ട്, വല്യുമ്മമാരുണ്ട്, ഉസ്താദുമാരുണ്ട്. ഒരുപാട് ഇഷ്ടപ്പെട്ട പലരും ഖബറിലുണ്ട്. അവരെ ഖബറിലേക്ക് ഇതിൻ്റെ സന്തോഷം എത്തിക്കണേ അല്ലാഹ്. മിസ്ലി സവാബ് എത്തിക്കണേ അല്ലാഹ്. കണ്ണെത്താ ദൂരം ഖബർ വിശാലാക്കണേ അല്ലാഹ്. അവരുടെയും ഞങ്ങളുടെയും മഹ്ശർ എളുപ്പാക്കി തരണേ അല്ലാഹ്. വലിയ വലിയ പണ്ഡിതന്മാർ ഉറക്കൊഴിച്ച് കണ്ടെത്തിയ അറിവുകൾ റബ്ബേ, ഞങ്ങൾ എളുപ്പം അത് മനസ്സിലാക്കി പഠിച്ചെടുത്തു. റബ്ബേ, നിസ്കരിക്കുന്നവരായി, നിസ്കാരം നിർത്തുന്നവരായി, നോമ്പെടുക്കുന്നവരായി, നല്ലവരായി ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. السلام عليكم.